പവർ റൂമിലെ അംഗങ്ങൾ നാളത്തെ ഗെയിമിനെ കുറിച്ചുള്ള ചർച്ച നടത്താണ്. ഋഷി ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെയുണ്ട്. അവിടെ സിബിൻ വന്നിട്ട് പറയാണ്, നാളത്തെ ഗെയിമിൽ ഡെൻ ആണ് വിജയിച്ച് നമ്മളുമായിട്ട് മത്സരിക്കാൻ വരുന്നതെങ്കിൽ നമ്മൾ അവരെ കളിക്കാൻ കൂട്ടാക്കുന്നതല്ല. ഇപ്പൊ നമുക്കൊരു ഫിസിക്കൽ ടാസ്ക് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആ റൂം പൂട്ടുന്നതായിരിക്കും. അതിൽ 2 പേരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ 2 പേരെ ഡെൻ റൂമിലിട്ട് പൂട്ടണം. അങ്ങനെ ഡെൻ റൂം നമ്മളുമായിട്ട് മത്സരിക്കാൻ വരുന്ന സമയത്ത് അവർ 4 പേര് മത്സരിക്കാനായിട്ട് ഉണ്ടാവരുത്. അത് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കണം. അതായിരിക്കണം നമ്മുടെ നാളത്തെ ഗെയിം എന്ന് പറയുന്നത്. ഒരു തരത്തിലും ഡെൻ റൂമിനെ വിജയിക്കാൻ സമ്മതിക്കരുത്. അതായിരിക്കണം നമ്മുടെ പ്ലാൻ എന്ന് അവിടെ സിബിൻ പറയുന്നുണ്ട്. അപ്പൊ പൂജ പറയുന്നുണ്ട്, അങ്ങനെ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിബിൻ പറയുന്നത് എന്താ വെച്ചാൽ ഡെൻ റൂമായിട്ടാണ് ഇപ്പൊ സിബിനെ ആകെ മത്സരം വരുന്നത്. അപ്പോൾ ഡെൻ റൂമാണ് നാളെ പവർ ടീമുമായിട്ട് പവർ റൂമിലേക്ക് കയറാനുള്ള മത്സരം വരുന്നതെങ്കിൽ ഒരു തരത്തിലും ഡെൻ റൂം ഇവരുമായിട്ട് മത്സരിക്കാനുള്ള അവസരം കൊടുക്കരുത്. ഇനി അവിടെ ഏകദേശം 4 പേരാണ് ആ ഗ്രൂപ്പിലുള്ളത്. 2 പേർക്ക് മത്സരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവസരം കൊടുക്കാം. 2 പേരെ റൂമിലിട്ട് പൂട്ടാമെന്നാണ് സിബിൻ പറയുന്നത്. റൂം ക്ലോസ് ചെയ്തുകൊണ്ട് 2 പേർക്ക് മാത്രം നമ്മളായിട്ട് മത്സരിക്കാനുള്ള ഒരു ഫിസിക്കൽ ടാസ്ക് ആണ് വരുന്നതെങ്കിൽ അങ്ങനെ അവസരം കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റൂമിട്ട് പൂട്ടാം. എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഋഷി വന്നതിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നാണ് സിബിൻ ഇപ്പോൾ ബാക്കി എല്ലാവരോടായിട്ട് പറഞ്ഞിരിക്കുന്നത്.